നമ്മൾ ഈ വർഷത്തെ ഐസർ എക്സാമിന്റെ എക്സാമിനേഷൻ സെന്ററിൽ ചേഞ്ച് പല ആളുകൾക്കും വന്നിരിക്കുകയാണ്. സോ ആദ്യമായിട്ട് എക്സാം സെന്റർ വന്ന സമയത്ത്, അതായത് അഡ്മിറ്റ് കാർഡിൽ ടെസ്റ്റ് സിറ്റി സെന്റർ ഉണ്ടായിരിക്കും അല്ലേ, അത് കേരളത്തിന്റെ ഒക്കെ പുറമെ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അതിൽ പല ആളുകളും ചേഞ്ചിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് മറുപടിയായിട്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 1-2 ദിവസം മുന്നേ പെട്ടെന്ന് പല ആളുകൾക്കും മെയിൽ വന്നു. അതും എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ച് ആളുകൾക്ക് മെയിൽ വന്നു. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഓക്കെ എന്നുള്ളത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പൊ പുതിയ ടെസ്റ്റ് സെന്റർ ഇപ്പം കോഴിക്കോടായിട്ടും മലപ്പുറമായിട്ടും ഒക്കെ കേരളത്തിൽ തന്നെ ടെസ്റ്റ് സെന്റേഴ്സ് ആയിട്ട് വന്നതും കാണാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് പുതിയ ടെസ്റ്റ് സിറ്റി സെന്റർ എവിടെയാണ് എന്നുള്ളത് അറിയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക, നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്യുക, ആൻഡ് പുതിയ അഡ്മിറ്റ് കാർഡ് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പുതിയ അഡ്മിറ്റ് കാർഡിൽ എന്താണോ നിങ്ങളുടെ ടെസ്റ്റ് സിറ്റി സെന്റർ ആയിട്ട് കാണിക്കുന്നത്, അതാണ് നിങ്ങളുടെ പുതിയ ടെസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അപ്പം പല ആളുകൾക്കും വന്നിട്ടുണ്ട്, പല ആളുകൾക്കും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോളൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് പുതിയ സെന്റർ വന്നിട്ടുള്ളൂ. അവർ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്ത ആളുകൾക്കാണ് വന്നത്. ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഒരു പുതിയ ചേഞ്ചും വന്നിട്ടില്ല. പല ആളുകൾക്കും റിക്വസ്റ്റ് ചെയ്തിട്ടും സെയിം സെന്റർ തന്നെയാണ് കിട്ടിയത്. അപ്പൊ വളരെ കുറച്ച് ആളുകൾക്കാണ് പുതിയ സെന്റർ കിട്ടിയിട്ടുള്ളൂ. ആ പുതിയ സെന്റർ എല്ലാം, കിട്ടിയ സെന്റർ എല്ലാം നമ്മളുടെ പോൾ അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സാം സെന്റർ ഒക്കെ ചേഞ്ച് ചെയ്ത് കിട്ടുന്നത്. അത് ആക്ച്വലി ഭയങ്കര വെൽക്കമിങ് ആണ്. കാരണം അല്ലെങ്കിൽ നെക്സ്റ്റ് എഴുതാൻ പറ്റാത്ത സാഹചര്യം പല കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ടൈംലി അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാനും കമ്മ്യൂണിറ്റിയിൽ ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. താഴെ ഫസ്റ്റ് കമന്റിലും അതുപോലെ തന്നെ നമ്മുടെ ബയോയിലും ലിങ്ക് ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. സോ സീ യു ദേർ ഇൻ ദ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.